അമ്മാവ, എൻ്റെ വാവയും വേദവും ചോദിക്കുമ്പോൾ വൈകിയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. നീ എന്താ വൈക? വിളിച്ചാൽ ഓടി വരാവുന്ന ദൂരത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? പിന്നെ ഞാനും ഇല്ലേ ഇവിടെ? അവളുമാർക്ക് നല്ലൊരു ഭാവി ഉണ്ടായിട്ട് മതി അമ്മാവ എനിക്കൊരു ജീവിതം. നീ എന്തൊക്കെയാ കുട്ടി ഈ പറയുന്നത്? വാവ ഡിഗ്രി 2ാം വർഷമല്ലേ ആയുള്ളൂ. വേദുമോളാണ് +1. അവർ പഠിക്കട്ടെ. ഞാൻ ആലോചിച്ചപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടുള്ളവൻ വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു ജോലിയൊക്കെ എളുപ്പം കിട്ടും. പിന്നെ നിനക്ക് നിന്റെ അനുജത്തിമാരുടെ കാര്യങ്ങളൊക്കെ ഇതിലും ഭംഗിയായി നോക്കാമല്ലോ. വാവ പഠിച്ചിറങ്ങുമ്പോൾ അവൾക്കും എവിടെയെങ്കിലും ജോലി വാങ്ങിക്കാൻ അവനെ കൊണ്ട് കഴിയും. ഇപ്പോൾ എന്ത് കാര്യത്തിനും ഒരു രാഷ്ട്രീയക്കാരൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. പിന്നെ വെച്ചിരിക്കുമല്ലേ ജോലി. നാശങ്ങൾ 3 ഇതിലെങ്കിലും ഒന്ന് പോയി തുലഞ്ഞാൽ മതിയായിരുന്നു. രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അകത്ത് മറഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് സുധർമ്മ പിറുപിറുത്തു. എന്തായാലും ഞായറാഴ്ച അവരൊന്ന് വന്ന് കാണട്ടെ. നമുക്ക് നോക്കാം. നല്ലതാണേലും മുന്നോട്ട് കൊണ്ടുപോകാം. എന്താ? വൈകി ഒന്നും മിണ്ടിയില്ല. വൈകി ഇപ്പോൾ അകത്തേക്ക് കയറി വരും എന്ന് തോന്നിയ സുധർമ്മ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ കണ്ടു റൂമിന് വാതിൽക്കൽ കയ്യും കെട്ടി നിൽക്കുന്ന വാവയെ. വാവ അവരെ ദേഷ്യത്തിൽ നോക്കി മൂക്ക് വീർപ്പിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ താളെ? ഡീ! അടക്കി പിടിച്ച ശബ്ദത്തിൽ വാവയുടെ നേരെ സുധർമ്മ കൈ ചൂണ്ടി. എൻ്റെ ചേച്ചിയുടെയും അനിയത്തിയുടെയും അടുത്തിറക്കുന്ന വിളച്ചിലൊന്നുമേ എൻ്റെ അടുത്തോട്ട് ഇറക്കണ്ട, കേട്ടല്ലോ? പിന്നെ നിങ്ങളുടെ ഈ വിരൽ ഞാൻ ഓടിച്ചിങ്ങ് എടുക്കും. മോഹനൻ പുറത്തിരിക്കുന്നത് കൊണ്ട് പതിയാണ് പറയുന്നത്. സുധർമ്മ പെട്ടെന്ന് വിരൽ മടക്കി. ഞങ്ങൾ 3 ചത്തു തുലയുന്നത് കാണാൻ നിങ്ങൾ വഴിപാടും കഴിച്ചിരിക്കുകയാണെന്നറിയാം. നിങ്ങളെ തെക്കോട്ടെടുത്തിട്ടേ ഞങ്ങൾ ചത്തു തുലയൂ. ഭാവയെ തിരിച്ചു പറയാൻ നാവ് ധരിക്കുന്നുണ്ടെങ്കിലും സുധ തൻ്റെ ദേഷ്യം കടിച്ചമർത്തി റൂമിലേക്ക് കയറിപ്പോയി. വൈകിയുടെയും വേദുവിൻ്റെയും അടുത്തെടുക്കുന്ന വിളച്ചിലൊന്നും വാവയുടെ അടുത്ത് നടക്കില്ല. വെട്ടൊന്നോ തുണ്ടൻ 2, അതാണ് മറുപടി. വൈക റൂമിലേക്ക് വരുമ്പോൾ രണ്ടുപേരും ബുക്കൊക്കെ എടുത്തു വെച്ച് കിടക്കാൻ തയ്യാറായിരുന്നു. ഡോറടച്ച് വൈക തലമുടി കോതി ഉച്ചിയിൽ കെട്ടിവെച്ചു. കട്ടിലിൽ വേദുവിനെ പിടിച്ചിരുത്തി തലമുടി കൂട്ടിപ്പിടിച്ച് ഉച്ചിയിൽ ചുറ്റി കെട്ടിവെച്ചു കൊടുത്തു. വേദുവിന് നല്ല മുടിയാണ്, വൈകിയെയും വാവയേക്കാളും. എൻ്റെയും. വാവയും വൈകിയുടെ അരികിൽ വന്നിരുന്നു. ഇത് പതിവുള്ളതാണ്. പുഞ്ചിരിയോടെ വൈക ചെയ്തു കൊടുക്കും. ചേച്ചി ഞങ്ങളെ ഓർത്ത് വിവാഹം വേണ്ടെന്ന് വയ്ക്കരുത്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരേട്ടനെ കൂടെ കിട്ടില്ലേ? വാവ വൈകിയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേച്ചിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് വേദുവിന് ചിന്തിക്കാനേ കഴിയില്ല. വേദുവിന് മാത്രമല്ല, വാവയ്ക്കും. രണ്ടുപേരെയും ഒരു കുറവ് അറിയിക്കാതെ വളർത്തിയത് ചേച്ചിയാണ്. ചേച്ചിയുടെ പഠിപ്പ് പോലും ഉപേക്ഷിച്ചത് തങ്ങൾക്ക് വേണ്ടിയാണ്. കിടക്കുമ്പോൾ നടുക്ക് കിടക്കുന്ന വൈകിയെ ചുറ്റിപ്പിടിച്ച് കിടക്കും രണ്ടുപേരും. വേദുവിൻ്റെ തലമുടിയിൽ മെല്ലെ തഴുകി വൈക. അനുജത്തിമാർ ഉറങ്ങിയിട്ടും വൈകയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നും 4 മണിക്ക് എഴുന്നേൽക്കും. ഉത്തരവാദിത്തങ്ങൾ തലയിൽ കയറിയ കാലം മുതലുള്ള ശീലമാണ്. രാവിലെ എഴുന്നേൽക്കുന്ന കൂടെ അനുജത്തിമാരെ കൂടെ വിളിക്കും. വാവേ, വേദു, എഴുന്നേറ്റേ. രണ്ടുപേരും എഴുന്നേറ്റ് വായും മുഖവും കഴുകി വരുമ്പോഴേക്കും ഓരോ കട്ടനിട്ട് കൊടുക്കും. രണ്ടുപേരും ഇരുന്ന് പഠിക്കും. ചോറും കറികളും കാപ്പിയും തയ്യാറാക്കി ശബ്ദം ഒട്ടും പുറത്ത് കേൾക്കാതെ ഓരോ പാത്രങ്ങളും എടുത്ത് പെരുമാറും. അല്ലൽ സുധ രാവിലെ തുടങ്ങും. വേദുവിൻ്റെ യൂണിഫോമും വാവയുടെ ചുരിദാറും അയൺ ചെയ്തു വെച്ചതിന് ശേഷമാണ് മുറ്റം അടിച്ചു വാരുന്നത്. വാവ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നാലും സമ്മതിക്കില്ല. ആ സമയം കൂടെ പഠിക്കാൻ പറഞ്ഞയക്കും. അതുമാത്രമല്ല, വൈകിട്ട് താൻ വരുമ്പോഴേക്കും രണ്ടുപേരും ജോലിയെല്ലാം തീർത്തു വയ്ക്കും. രണ്ടുപേർക്കും ചോറ് കൊണ്ടുപോകണം. ചോറും കറികളും പാത്രത്തിലാക്കി വെള്ളക്കുപ്പിയിൽ വെള്ളവും നിറച്ച് 3 പേരുടെയും ബാഗിലാക്കി. മക്കളെ, ഓരോരുത്തർ പോയി കുളിച്ച് റെഡിയാകുക. വാവയും വേദവും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിലേക്ക് കടക്കുമ്പോൾ വീടിനകമെല്ലാം തൂത്തുവാരി സിറ്റൗട്ട് തുടച്ചിടും വൈക. രണ്ടുപേരും കുളിച്ചു മാറുന്ന തുണിയെല്ലാം അലക്കിയിട്ടതിന് ശേഷമാണ് വൈക കുളിച്ചലക്കി തുണിയും വിരിച്ച് അകത്തേക്ക് കയറുന്നത്. എല്ലാ ജോലികളും വളരെ വേഗത്തിലാണ് വൈക ചെയ്യുന്നത്. ടൈം ടേബിൾ പോലെ ഓരോ ദിനചര്യകളും. വൈക അകത്തേക്ക് കയറുന്ന കൂടെ 2 പ്ലേറ്റിൽ ദോശയും സാമ്പാറും വിളമ്പി റൂമിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരും റെഡിയായിട്ടുണ്ടാകും. വാവ വേദുവിൻ്റെ തലമുടി 2 വശത്തായി പിന്നിക്കൊടുക്കുവാണ്. ദാ വാവേ,
കൈ കഴുകി വന്ന് കഴിക്ക്. വേദുവിന് വാരിക്കൊടുക്കുന്ന കൂടെ വൈകയും കഴിക്കും. എപ്പോഴും ചേച്ചിയുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് വൈകയ്ക്ക് അവളോട് വാത്സല്യമാണ്. കൈ കഴുകി വരുമ്പോൾ വാവ കുടിക്കാൻ വെള്ളവും എടുത്തുകൊണ്ട് വന്നു. മതി ചേച്ചി. ഇതൂടെ കഴിക്കു വേദു. ദാ വെള്ളവും കുടിക്ക്. അമ്മാവൻ എഴുന്നേറ്റു. കാപ്പി എടുത്ത് വയ്ക്കട്ടെ, വന്ന് വാ കഴുകിക്കേ വേദു. രണ്ടുപേരുടെയും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് നടക്കുന്ന കൂടെ വൈക വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് സുധർമ്മ എഴുന്നേറ്റ് വന്നിരുന്നു. അവർക്കും ഒരു ഗ്ലാസ് കട്ടൻ എടുത്തു കൊടുത്തു. ഇന്ന് അമ്മാവനുള്ളത് കൊണ്ട് ഒന്നും പറയാനില്ലെന്നറിയാം. വേഗം പോയി സാരി ഉടുത്തു. സാരി ഉടുക്കുമ്പോൾ നന്നായി വയറ് മറച്ച് 2 പിന്നു കുത്തിവെച്ചു. 3 പേരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അമ്മാവനോട് യാത്ര പറഞ്ഞ് മൂവരും ഇറങ്ങി. വൈകിട്ടിന്ന് ചേച്ചി നേരത്തെ ഇറങ്ങാം. 2 പേരും ചേച്ചി വരുമ്പോഴേക്ക് റെഡിയായി നിൽക്കണേ. എവിടെ പോകാനാ ചേച്ചി? വേദു ആവേശത്തോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, വൈകിട്ട് പറയാം. നമ്മൾ പുറത്തു പോവുകയാണോ? ശരിക്കും? അതെ എൻ്റെ വേദൂസേ. വാവ ഒന്നും മിണ്ടിയില്ല. പുറമേ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങളെ വിട്ടു പോകുന്നു എന്ന ചിന്ത അവളെ വേദനിപ്പിച്ചു. ആദ്യം വരുന്നത് വൈകിക്ക് പോകാനുള്ള ബസ്സാണ്. ബസ് വന്ന് മുന്നിൽ നിർത്തിയതേ അനിയത്തിമാരോട് യാത്ര പറഞ്ഞ് ബസ്സിലേക്ക് കയറി. ഡോറിനരികിലെ സീറ്റ് തന്നെ എന്നും കിട്ടും. സീറ്റിലേക്ക് ഇരിക്കുന്ന കൂടെ അനുജത്തിമാരെ കൈവീശി കാണിച്ചു. ചേച്ചി പോയി കഴിയുമ്പോഴേ വാവ വേദുവിൻ്റെ കയ്യിൽ പിടിക്കും. ബസ് വരുമ്പോൾ അവളെ കൈവിടാതെ അരികിൽ തന്നെ നിർത്തും. സ്കൂളിലാക്കിയിട്ടാണ് തൻ്റെ കോളേജിലേക്ക് പോകാറ്. അടുത്താണ്. വൈകിക്ക് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അല്പം മുന്നോട്ട് നടക്കണം. ബസ് ഇറങ്ങി തോളിൽ കിടന്ന ബാഗ് നേരെ ഇട്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ആരോ വന്ന് തൻ്റെ മുന്നിലേക്ക് വീണതും പകപ്പോടെ പിന്നിലേക്ക് വൈക നീങ്ങി. അയാളുടെ ചുണ്ടു പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്. തനിക്ക് നേരെ വരുന്നവനെ കണ്ട് അയാൾ നിരങ്ങി വലിഞ്ഞെഴുന്നേറ്റ് വൈകയുടെ പിന്നിലായി നിന്നു. അപ്പോഴാണ് വൈക മുന്നിലേക്ക് നോക്കിയത്. തനിക്കരികിലേക്ക് നടന്നു വരുന്ന അലക്സിനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു.